എതിരെ ആരെല്ലാം ജനങ്ങളെ സംഘടിപ്പിക്കുന്നുവോ, ആരെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുവോ, ആരെല്ലാം പ്രതിരോധം സൃഷ്ടിക്കുന്നുവോ അവരെല്ലാം തീവ്രവാദികളായിരിക്കും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ യാതൊരു പ്രയാസമില്ല. പക്ഷെ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പ്രസ്ഥാനം, യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന അത് ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച പ്രസ്ഥാനമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പ്രത്യേകിച്ച് അതിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ കാലത്ത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ കാലം മുതൽ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു. ഖായിദെ മില്ലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസം ലോകത്തിങ്ങനെ വളർന്നു വരികയും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ വരെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള മുസ്ലിം തലമുറയെ കമ്മ്യൂണിസത്തിന്റെ ഈ മായാ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇസ്ലാമിന്റെ സരണിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ, അതിൽ സൈദ്ധാന്തികമായി ആശയപരമായി ഏറ്റവും അധികം സംഭാവന ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു യാഥാർത്ഥ്യം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ട് അതിനനുകൂലിച്ചവരാണ് മുസ്ലിം ലീഗ്. ഒരുപാട് തമാശകളുണ്ട്. അന്നാണ് മുസ്ലിം ലീഗിന് വേണ്ടി ചാവേറാവുക എന്നുള്ളതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജോലി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ വലിയ നേതാവായിരുന്ന കെ ഉമർ മൗലവി മൂപ്പര് മക്കത്ത് പോയി. അടിയന്തരാവസ്ഥക്കാലത്ത് മക്കത്ത് പോയിട്ട് അദ്ദേഹം തന്നെ എഴുതിയതാണ്. മക്കത്ത് പോയിട്ട് കഅബയുടെ കില്ല പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇന്ദിരാഗാന്ധിക്ക് നീ ദീർഘായുസ് നൽകണേ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നീ നിരോധിച്ചതിന്റെ പേരിൽ. കഅബത്ത് പോയി കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ മാസികയിൽ എഴുതിയത്. കാര്യം ഉണ്ടായില്ല, ഇന്ദിരാഗാന്ധിക്ക് ദീർഘായുസൊന്നും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ മൂപ്പര് നമുക്കൊക്കെ, നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യം. അപ്പോ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ, അടിയന്തരാവസ്ഥ നീങ്ങി, ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, മൊറാർജി ദേശായിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകൾ തുറക്കപ്പെട്ടു, നേതാക്കന്മാർ വിട്ടയക്കപ്പെട്ടു. അതിനുശേഷം അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ സയ്യിദ് മുഹമ്മദ് യൂസുഫ് സാഹിബ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള യാത്രയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അസൈൻമെന്റ് എന്തായിരുന്നു അറിയോ നിങ്ങൾക്ക്? അന്ന് വിഘടിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അഖിലേന്ത്യാ ലീഗ് എന്നും യൂണിയൻ ലീഗ് എന്നും പറഞ്ഞിട്ട് രണ്ടായി വിഘടിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി അവരെ ഐക്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചത് സയ്യിദ് മുഹമ്മദ് യൂസുഫ് സാഹിബ്. കോഴിക്കോട്ടെ 2ാം ഗേറ്റിന്റെ അടുത്ത് ഒരു ഹോട്ടൽ കാണും, പാരാമൗണ്ട്, പൊളിഞ്ഞു വീഴാനായിട്ട് ഇപ്പൊ. ആ ഹോട്ടലിൽ ഇരു ലീഗിന്റെയും നേതാക്കന്മാരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഐക്യപ്പെടണം, ഒരു മുസ്ലിം സംഘടന ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തിന് നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യത്തിന്റെ മേശയിലേക്ക് ഇരു ലീഗിനെയും കൊണ്ടുവന്നു സയ്യിദ് മുഹമ്മദ് യൂസുഫ് സാഹിബ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് ഞാൻ പറയുന്നതല്ല, ബഹുമാന്യനായ മർഹൂം റഹീം മേച്ചേരി സാഹിബ്, ലീഗിന്റെ വലിയ ചരിത്രകാരനാണ്, അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത സൗഹാർദ്ദ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച, മുസ്ലിം ലീഗ് പ്രതിസന്ധികളിൽ പെടുമ്പോഴൊക്കെ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്ന പ്രസ്ഥാനമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അത് സേട്ട് സാഹിബ് അംഗീകരിക്കും, ബനാത്ത് വാല അംഗീകരിക്കും, മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഖിലേന്ത്യാ നേതാക്കന്മാരും അംഗീകരിക്കും. എന്തിന്റെ പേരിലാണ് പിണങ്ങുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായത് എപ്പോഴാണെന്നറിയുന്നത്? 1991. എന്താ കാരണം? 91 തെരഞ്ഞെടുപ്പ് പലരും ഓർക്കുന്നുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു വന്നു. നമ്മളെ ഇ കെ നായനാർ മന്ത്രിസഭ നേരത്തെ പിരിച്ചുവിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്നാണ് കേരള ചരിത്രത്തിൽ കുപ്രസിദ്ധമായിട്ടുള്ള കോലി ബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം വരുന്നത്.
എന്താ കോലീബി സഖ്യം? മഞ്ചേശ്വരത്ത് KG മാരാർ, നമ്മളെ BJPന്റെ പ്രസിഡന്റ് KG മാരാർ, മൂപ്പരെ ജയിപ്പിക്കുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് പൊതു സ്ഥാനാർത്ഥിയാണ്. BJPക്കും സ്ഥാനാർത്ഥിയില്ല, UDFനും സ്ഥാനാർത്ഥി. പൊതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രത്നസിംഗ്, RSSന്റെ നിയമകാര്യങ്ങൾ നോക്കുന്ന വക്കീല. മൂപ്പർ ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് കോൺഗ്രസ് എസിന്റെ KP ഉണ്ണികൃഷ്ണൻ LDFന്റെ സ്ഥാനാർത്ഥി. നിങ്ങളുടെ ഈ ബേപ്പൂരിൽ ഹംസ, TK ഹംസ LDFന്റെ സ്ഥാനാർത്ഥി. അപ്പുറത്ത് ഡോക്ടർ മാധവൻകുട്ടി പൊതു സ്ഥാനാർത്ഥി. ആരാ മാധവൻകുട്ടി? RSSന്റെ ഒരു പോഷക സംഘടനയുണ്ട്, ഭാരതീയ വിചാര കേന്ദ്രം, അതിന്റെ നേതാവാ, സംസ്ഥാന നേതാവാ, ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഇവിടെയൊക്കെ RSSനെ ജയിപ്പിക്കുക, ബാക്കിയെടുത്തൊക്കെ RSSകാര് ലീഗിനെയും കോൺഗ്രസിനെയും UDFനെ ജയിപ്പിക്കും. ഇതായിരുന്നു ധാരണ. കോലീബി സഖ്യം. ഇതാദ്യമായി പുറത്തു കൊണ്ടുവന്നത് മാധ്യമം പത്രമായി. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും SIO-വിന്റെയും പ്രവർത്തകർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ക്യാമ്പയിൻ നടത്തി. മുസ്ലിം സമുദായത്തിന്റെ ചെലവിൽ, കേരളത്തിന്റെ മതേതര ബോധത്തിന്റെ ചെലവിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന് അക്കൗണ്ട് തുറക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ശിഹാബ് തങ്ങൾ ബേപ്പൂരിൽ വന്ന് പ്രസംഗിച്ചു. മാധവൻകുട്ടി എന്റെ കുട്ടിയാണ്. SIO-കാർ പോയി പ്രസംഗിച്ചു, മാധവൻകുട്ടി RSSന്റെ കുട്ടിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു, ഈ 3 പേരും തോറ്റു. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായ കാലം അതായിരുന്നു. രാഷ്ട്രീയമായി എന്തിനു വേണ്ടിയാ? ഒരു നിലപാടിന്റെ പേരില്ല സുഹൃത്തുക്കളെ. ഇതിന്റെ വിശദാംശം ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ നിന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നമ്മളെ KG മാരാർ, നേരത്തെ പറഞ്ഞ KG മാരാർ, BJPയുടെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്, കുരുക്ഷേത്ര പ്രകാശൻ എന്ന് പറയുന്ന RSSന്റെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ 11ാമത്തെ അധ്യായം പാഴായ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. ഇതിനെക്കുറിച്ചാണ് മൂപ്പരയിൽ പറയണത്. മൂപ്പരയിൽ പറയും ലീഗുകാരുടെ ഒരു ഉത്സാഹം മഞ്ചേശ്വരത്തൊക്കെ അദ്ദേഹം പറയാ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതൊക്കെ സംഭവം സംസ്ഥാന തലത്തിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ ലീഗുകാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, എന്തൊരു ഉത്സാഹമാണ് ലീഗുകാർക്ക് നമ്മളെ താമരക്ക് കുത്താൻ. ഇത് KG മാരാർ ആത്മകഥയിൽ എഴുതിയതാണ്. അപ്പൊ എന്തിനാ ജമാഅത്തുൽ ലീഗും പിണങ്ങിയത്? ഒരു നിലപാടിന്റെ പേരിലാണ്. ഫാസിസത്തിനെതിരായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് അതാണ്. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി RSS ആയാലും വേണ്ടിയില്ല, ഫാസിസം ആയാലും വേണ്ടിയില്ല, ഞങ്ങളുടെ അധികാരം എന്നുള്ളതായി മാറി. അപ്പൊ ഈ ഒരു ചരിത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്തുകൊണ്ട് ഈ തീവ്രവാദ പട്ടം ഒഴിവായി മിതവാദികളായി മാറി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു മിതവാദ ബോംബ് പൊട്ടി, 5 ആളാണ് പോയത്. സാധാരണ തീവ്രവാദ ബോംബ് പൊട്ടുമ്പോൾ ആളുകൾ മരിക്കും. മിതവാദ ബോംബ് പൊട്ടിയിട്ട് നമ്മുടെ KM ഷാജി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, കഴിഞ്ഞ ആഴ്ച ചന്ദ്രികയിൽ ഒരു ലേഖനം. എന്താ ലേഖനം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഐതിഹാസികമായ തീവ്രവാദ വിരുദ്ധ പോരാട്ടം എനിക്കെതിരെയാണ് മൂപ്പര ലേഖനം. അപ്പൊ ആ തീവ്രവാദ പോരാട്ടത്തെ അതിന് പാരവെക്കാൻ വേണ്ടി ത്വരപ്പം പണിയെടുക്കുകയാണ് ഞാനൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ആ ലേഖനം അച്ചടിച്ചു വന്ന അതേ ദിവസം തന്നെയാണ് തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഐതിഹാസികമായ പോരാട്ടം നടക്കുന്ന 5 എന്റെ നാട്ടുകാരാ 5 പേര് പോയി. ഈ ചെറുപ്പക്കാരെ ബലി കൊടുത്തത് എന്തിനാ? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ദീർഘമായ ഈ ചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലനിൽക്കേണ്ട സമയങ്ങളിൽ നിന്നും നിലനിന്നില്ല എന്ന് മാത്രം, മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമൊന്നല്ല, മനുഷ്യാവകാശം, പൊതുവായുള്ള എല്ലാ ലക്ഷ്യങ്ങളും, മനുഷ്യാവകാശം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, ദലിതർക്ക് വേണ്ടിയുള്ള സമരം, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള സമരം. ജലീൽ എന്തിനാ പോയത്? പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞതിന്റെ പേരിൽ. സോളിഡാരിറ്റിക്കെതിരെ എന്തിനാണ് രംഗത്തിറങ്ങിയത്? നമ്മുടെ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റി മുദ്രാവാക്യം ഉയർത്തിയപ്പോ. അങ്ങനെ
സാമൂഹിക നന്മയുമായി ബന്ധപ്പെട്ട, നമ്മുടെ രാജ്യത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നല്ല മുദ്രാവാക്യങ്ങളുണ്ടോ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് ഭരണകൂട ഭീകരതയുടെ, അത്യാർത്തിയുടെ, വികലമായ വികസന കാഴ്ചപ്പാടിന്റെ, സാമ്രാജ്യത്വ ദാസ്യത്തിന്റെ, ഫാസിസ്റ്റ് ദാസ്യത്തിന്റെ ദീർഘമായ ഒരു ചരിത്രം. ഈ ചരിത്രത്തിനിടയിൽ എന്തു സംഭവിച്ചു സുഹൃത്തുക്കളെ? ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ നിങ്ങൾ ഓർത്തു നോക്കുക, ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംഘടനക്കും ഇല്ലാത്ത സൗഭാഗ്യമുള്ള ഒരു പാർട്ടിയായി. എന്താ ആ സൗഭാഗ്യം? മലയാളം അറിയാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി നോമിനേഷൻ കൊടുത്ത് മൂപ്പര് പുരേ പോയി കിടന്നുറങ്ങിയാൽ പോലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് എംപിമാരെ പറഞ്ഞയച്ചിരുന്ന അഭിമാനകരമായ പാരമ്പര്യമുണ്ടായിരുന്ന പാർട്ടിയായി പാർട്ടി. ഒന്ന് ആലോചിച്ചു നിങ്ങൾ. സേട്ട് സാഹിബ്, ബരാത്ത് വാല, മലയാളം അറിയില്ല, പക്ഷെ അവരെ പോലും ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന്, ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത ഭൂരിപക്ഷത്തിന് മലയാളം അറിയാത്ത സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ച ഒരു പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരൊറ്റ അസംബ്ലി മണ്ഡലം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ പാർട്ടി എത്തിയില്ലേ? ഈ കാലയളവിനിടയിൽ മനസ്സിലാക്കണം, മുസ്ലിം ജനസംഖ്യ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. എങ്ങനെ മുസ്ലിം ലീഗ് മുന്നോട്ട് ഇതിനെ തകർക്കാൻ പറ്റില്ല? ഇതിനെ തകർക്കാൻ പറ്റത്തില്ല, പുറത്തുനിന്നുള്ള ആർക്കും തകർക്കാൻ പറ്റില്ല. അതിന് വേക്കൻസി ഇല്ല, അകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുണ്ട് ഇതിനെ തകർക്കാൻ. പക്ഷെ ഇതിങ്ങനെ മുന്നോട്ട് എന്നാണ് പറയുന്നത്. എന്ത് മുന്നോട്ടാണ് സുഹൃത്തുക്കളെ? സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പോലും ജയിക്കുമെന്ന് ഉറപ്പ് പറയാവുന്ന ഒരു മണ്ഡലം ഈ കേരളത്തിലുണ്ടോ? ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നു ലീഗിന്റെ അവസ്ഥ. പാണക്കാട്ട് നിന്ന് ഒരു സ്ഥാനാർത്ഥി ടിക്കറ്റ് അങ്ങ് കൊടുത്താൽ അവന് വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന ഈ ഭൂമി മലയാളത്തിലെ ഏക പാർട്ടി മുസ്ലിം ലീഗ് ആയിരുന്നില്ലേ? മലപ്പുറാണോ വോട്ട് പെട്ടി തുറക്കണ്ട എണ്ണണ്ട എന്നാണ് സാധാരണ പറയുക. അങ്ങനെ ആയിരുന്നില്ലേ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് വരെ? എന്തുകൊണ്ട് ഇങ്ങനെയായി? ഓരോ മണ്ഡലത്തിലും ജീവൻ മര പോരാട്ടം നടത്തേണ്ട അവസ്ഥയിൽ എങ്ങനെ എത്തി? ഞാൻ പറയുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇതിന്റെ അവസാനത്തെ ആണി അടിക്കപ്പെടും. ചരിത്രത്തിന്റെ ഒരു പോക്ക് അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ വേറെ എന്താണ് നടക്കുന്നത്? അതും കൂടി പറഞ്ഞ ഈ 24 വർഷം കേരളത്തിൽ, ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. 24 വർഷം ഈ കേരളത്തിൽ